ഹേ ഗൈസ്, അതുപോലെ സുബയായപ്പോ തന്നെ എല്ലാത്തിനും കുത്തിപ്പറക്കി എണീപ്പിച്ച് ബാഗെല്ലാം പേക്ക് നേരെ കൊടൈക്കനാൽ പോകാനായിട്ട് പോവുകയാണ്. തണുപ്പെല്ലാം അടിച്ച് ഗിടുകിടായിട്ട് ബാഗെല്ലാം വരെ ബാക്കിലിട്ടിട്ട് നേരെ പോവുകയാണ് മിഷൻ കൊടൈക്കനാൽ. എണീറ്റിട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സണ്ണൊന്നര കിസ്സൊക്കെ അടിച്ചിട്ട് നേരെ തിരിച്ചു വന്നങ്ങ് ബസ്സിലോട്ടങ്ങ് കയറി. യൗമാരൊക്കെ നേരം വെളുക്കാനായിട്ട് നോക്കിയിരിക്കാൻ തോന്നുന്നു. എണീറ്റപ്പോൾ തന്നെ യൗമാരെല്ലാം തുള്ളക്കം തുടങ്ങി. പോണ റൂട്ട് പിന്നെ നൈസായിട്ടാണ്, പുറത്ത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇരുന്നു. അതൊക്കെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100. ബസ് പോണ റൂട്ട് എങ്ങോട്ടാന്ന് നോക്കിയപ്പോൾ ഏറെക്കുറെ തീരുമാനമായെന്ന് മനസ്സിലായി. കൊടൈക്കനാലത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് നേരെ ചെന്നൊരു ഹോട്ടലിൽ കയറി പൂരിയും കടലക്കറി എല്ലാം കൂടെ കഴിച്ചു. നമ്മളെ ബസ്സിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് വിട്ടു, സൂയിസൈഡ് പോയിന്റ്. അവിടെ പിന്നെ സൂയിസൈഡ് പോയിന്റ് എന്ന് പേരൊക്കെ ഉള്ളു, അല്ലാണ്ട് കാണാനൊന്നുമില്ല. ഇതാണ് ഓൾഡ് മണി ആശിഷ്, നെറ്റിയിടിച്ച് വീണതാ, പിന്നെ ഇങ്ങനെയായി. അവിടെ നിന്ന് ഇറങ്ങിയ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയി, ഡെസ്റ്റിനേഷൻ നമ്പർ 2 ഗുണാക്കിയോ. ഇവിടെ പിന്നെ കേരളം മാത്രമല്ല, ഉള്ള എല്ലാ അള്ളിമൂലയിലുള്ള സംസ്ഥാനക്കാരെ ഇവിടെ കാണാൻ പറ്റും. സീസൺ കൂടാണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നൈറ്റ് ആയപ്പം കറങ്ങി കളിക്കാൻ നേരെ ലേക്കിലോട്ട് ഇറങ്ങി. എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് പൂക്കിക്കാട്ടിൽ അതിൽ കാക്ക, ക്യൂട്ട് കൊറിയൻ ബോയ് ഓഫ് മരുതമ്പാറ. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് കോളേജിലോട്ട് പോവുകയാണ്. ബസ്സിലോട്ട് കയറിയ പിന്നെ എല്ലാണോ ചത്തുത്തി ഉറങ്ങാൻ തുടങ്ങി. 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ എത്തി. കൊടൈക്കനാലിന്റെ വീഡിയോ ചാനൽ വരുന്നതായിരിക്കും. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ, ബാക്കി നാളെ.